മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമ്മുടെ പഠനത്തിനായി നമുക്കിന്ന് നൽകിയിരിക്കുന്നത്. യേശു തൻ്റെ ദിവ്യകാരുണ്യ പ്രഭാഷണം അവസാനിപ്പിച്ചപ്പോൾ ഇവനെങ്ങനെയാണ് തൻ്റെ മാംസരക്തങ്ങൾ നമുക്ക് ഭക്ഷണമായി നൽകുവാൻ സാധിക്കുക എന്ന് പിറുപിറുത്ത് അനേകം ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോയി. അവരോട് യേശു പറയുന്നത്, മാംസരക്തങ്ങൾക്ക് ഇവ വെളിപ്പെടുത്തി തരുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. അതായത് നമ്മുടെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വിശ്വാസ രഹസ്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ് അതിനർത്ഥം. പത്രോസ് ലീഗ വിശ്വാസ പ്രഖ്യാപനം നടത്തിയപ്പോൾ യേശു പറഞ്ഞു, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ട് രീതിയിൽ നമുക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തേത്, പ്രകൃതിയിൽ നിന്നും യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ് ലീഗ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങളാണ് അതിനടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ദൈവത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വഴികഴിവില്ല. അപ്പോൾ ഈ സൃഷ്ടവസ്തുക്കളിൽ അന്തർലീനമായിരിക്കുന്ന ദൈവരഹസ്യം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായി, വെളിപാടിലൂടെ നമുക്കത് സാധിക്കും. അനേകം വിശുദ്ധന്മാർ നിരന്തരമായ പഠനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവിക രഹസ്യങ്ങൾ വെളിപാടിലൂടെ കരസ്ഥമാക്കുകയും ലോകത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നും ദൈവം നമ്മുടെ ഒരു അന്വേഷണ വിഷയമാണ്. ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നവരുണ്ട്, ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നവരുണ്ട്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡ് പറയുന്നത്, ആത്മീയ അനുഭവം ഉണ്ട് എന്ന് പറയുന്നവർ മാനസിക രോഗികളാണ് എന്നാണ്. അതുപോലെ തന്നെ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ കാൾ യുങ് പറയുന്നത്, ശരിയായ ആത്മീയ അനുഭവം ഇല്ലാത്തവർ മാനസിക രോഗത്തിന് അടിമകളായി തീരാൻ സാധ്യതയുണ്ട് എന്നുമാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ നിരന്തരമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒന്നാണ്. നമുക്കറിയാം, നമ്മൾ ഇതുവരെയായിട്ടും പൂർണ്ണമായ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടാവില്ല. നിരന്തരമായി നമ്മളതിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആത്മീയ അന്വേഷണമെന്ന് പറയുന്നത് ഒരു ആത്മീയ യാത്രയാണ്. നമ്മുടേതൊരു തീർത്ഥാടനമാണ്, വിശ്വാസയാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യേശുവിനെ കണ്ടുമുട്ടാം, ദൈവത്തിങ്കൽ എത്താം എന്ന വലിയ പ്രത്യാശയിൽ ജീവിക്കുന്നവരാണ്. അതിന് നമുക്ക് ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ശരിയായ ആത്മീയ അനുഭവം, വിശ്വാസബോധ്യം ഇതുവരെയായിട്ടും ഉണ്ടായില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. പല ഭൗതിക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്കിപ്പോഴും പരിമിതമാണ്. ഭൗതിക നാണയങ്ങളെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായി അറിയില്ലെങ്കിൽ ആര് നിങ്ങളെ ആത്മീയ നാണയം ഏൽപ്പിക്കും
എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും യേശുവിലൂടെ പിതാവായ ദൈവത്തെ വിശ്വാസ അനുഭവം നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സഭ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന മാർഗം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വിശ്വാസയാത്ര പുറപ്പെടാം. 1000 കിലോമീറ്ററിൻ്റെ യാത്ര ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആത്മീയ യാത്രയെക്കുറിച്ച് ഒരു പണ്ഡിതൻ പറയുന്നത്, വലിയൊരു ടാങ്കിൽ വെള്ളം അല്പാൽപമായിട്ടാണ് വീഴുന്നതെങ്കിലും ആ ടാങ്ക് അവസാനം നിറയുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആത്മീയ അനുഭവത്തിലേക്ക് വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും. ആമേൻ.